ഹലോ ലിൻഡ, അതെ, ഇപ്പൊ നമ്മളൊരു റിസൾട്ട് കാലഘട്ടത്തിലൂടെ കടന്നു പോണത്. കുറെ റിസൾട്ട് വന്നു, കുറഞ്ഞു വരാൻ പോണു, കുറഞ്ഞിപ്പോ കുറച്ച് അടുത്ത് വന്നുകൊണ്ടിരിക്കണു ഒക്കെ കഴിഞ്ഞു. വരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞിട്ടെ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയേണ്ടത് ഫുൾ A+ ആണോ എന്നാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫുൾ A+ ഉള്ളവർ മാത്രമാണോ പഠിക്കണേ? അല്ല അല്ല അതെന്താന്ന് വെച്ചാല് അതൊരു ഭാഗ്യം കൂടിയാണ്. കഷ്ടപ്പെട്ടിട്ടാണ് ഫുൾ A+ പക്ഷെ ഈ A+ ഇല്ലാത്തവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരും ഉണ്ട്. അവര് ചില സാഹചര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റാണ്ടാവും, ചിലപ്പോൾ വയ്യാണ്ടിയാവും. അതുകൊണ്ട് ഒരു മാർക്ക് കുറഞ്ഞോണ്ടൊന്നും അവര് തോറ്റു എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, തോറ്റു എന്നല്ല, ഈ സമൂഹം ഇപ്പൊ എന്താന്ന് വെച്ചാല് വലിയൊരു സംഭവമാക്കിയിട്ടാണ് ഈ ഫുൾ A+ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയൊരു സംഭവം നേടിയ പോലെയാണ്. ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫുൾ A+ മേടിച്ചവരും ചിലപ്പോ ഫുൾ A+ ഒന്നിനും പ്ലസ് കിട്ടാത്തവരും ഉണ്ട്. പക്ഷെ ആ ടീമുകളായിരിക്കും ചിലപ്പോ കൊമ്പത്ത് കയറിയിട്ടുള്ള ജോലികളും. ഈ ജീവിതത്തില് തോറ്റവരാണ് ഏറ്റവും ഉന്നത സ്ഥലങ്ങളിൽ ഇരിക്കണേന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ബിസിനസ് ആയാലും ജോലികളായാലും ഒന്നും ഇല്ല വെച്ചാൽ ഫുള്ള് തോറ്റ അവസ്ഥയിൽ നിന്ന് പഠിച്ച് ജയിച്ച് IPS IAS ഒക്കെ വരെ വരുന്ന പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ ഈ പിള്ളേരോട് ഈ ഫുൾ A+ ആണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ഈ 10ലും +2ലും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ A+ ആയിരുന്നോ? അല്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ ഈ കുട്ടികളെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട്? കുട്ടികൾക്ക് അതൊരു മാനസിക പ്രശ്നമായിട്ട്. ഇപ്പൊ ഇന്നാള് ഈ 10th റിസൾട്ട് വന്നപ്പോ ഒരു A+ കിട്ടാത്തേന് 9A+ കിട്ടി, ഒരെണ്ണാണ്ട് കിട്ടാത്തേന് ആ കുട്ടി സൂസൈഡ് ചെയ്തു. അപ്പൊ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന വീട്ടിലുള്ള ഒരു പ്രഷറായിരിക്കാം ചിലപ്പോ. എന്റെ വീട്ടിൽ ഇനിയിപ്പോ ഇത് പ്രതീക്ഷിച്ചിരുന്നിട്ട് എനിക്കിത് കിട്ടിയില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് പേരൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും ആരായാലും ഈ A+ലൊന്നും അല്ല കാര്യം. A+ലൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് ജയിക്കണമെന്നും ഇല്ല കേട്ടോ. അത് വേറൊരു കാര്യം. പക്ഷെ അത് വിചാരിച്ചിട്ട് 10ാം ക്ലാസ് ജയിക്കല്ലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് അല്ല പറയണത്, അങ്ങനെയല്ല പറയണത്. പക്ഷെ ജയിക്കുന്നവരെന്നും ജയിച്ചിട്ടില്ല. അത് മാർക്ക് കുറവാണോ കൂടുതലാണോ കുറവാണെന്നൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ചിലയിടത്തുണ്ട് ഫുൾ A+ കിട്ടുവാനും മാത്രം ആദരിക്കുക. അപ്പൊ ഈ ബാക്കി ഇപ്പൊ ഒരു A+ കുറവുള്ളവരിന് അങ്ങനെ ഒരു പരിഗണന ഇല്ലാന്ന്. അപ്പൊ കുട്ടികൾക്ക് തന്നെ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ് അല്ലേ? അതെ അതെ. അപ്പൊ A+ലൊന്നും അല്ല കാര്യം. റിസൾട്ട് വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് കൺഗ്രാജുലേഷൻ പറയാൻ പഠിക്കും. ജസ്റ്റ് പാസ് ആണെങ്കിൽ പോലും അവരെ കൺഗ്രാജുലേഷൻ ചെയ്യണം. അല്ലാതെ ഈ A+ന്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കരുത്. മാനസിക സംഘർഷം ഉണ്ടാക്കരുത് എന്നർത്ഥം. ഓക്കെ, ബൈ. തുടങ്ങിയിട്ടില്ല, നീ ഇരിക്കണം. ശരിയാണോ? പാമ്പ് തുടങ്ങിക്കോ. റെഡി 1 2 3 റെഡി.